നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. ഓം നമ ശിവായ. ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വ്യാഴമാറ്റം കൊണ്ട് തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് എന്നീ നക്ഷത്രക്കാർക്ക് സാമാന്യം വരുന്ന ഫലങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി 6-ൽ സഞ്ചരിക്കുന്നു. അതുപോലെ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. സ്വതവേ ഒരു ചൊല്ലുണ്ട്, കർമ്മത്തിൽ വ്യാഴം മർമ്മത്ത് ഗുരു എന്ന മാതിരി എന്നാണ്. അതായത് കർമ്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അവർക്ക് കർമ്മത്തിൽ ദുരിതങ്ങളും കഷ്ടതകളും മനസ്വസ്ഥതയില്ലായ്മയൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വ്യാഴമാറ്റം തികച്ചും വ്യത്യസ്തമായിട്ടാണ്. കാരണം എന്തെന്നാൽ അത് അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇടക്കാലത്ത് ചെറിയൊരു മാറ്റം ചിങ്ങരാശിയിലേക്ക് വരുന്നുണ്ട്. വീണ്ടും അത് കർക്കിടകത്തിലേക്ക് തന്നെ മാറും. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ വ്യാഴം ക്ഷേത്രം മാറിയാലും എവിടെയാണോ നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നുമേൽ പറഞ്ഞ ഈ 3 നക്ഷത്രക്കാർക്കും കർമ്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് അവരുടെ കുടുംബപരമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ശത്രുത, രോഗം മാറുക, കടം മാറുക എന്നിവയും എല്ലാം ഉണ്ടാവാനും കർമ്മത്തിൽ ഉയർച്ച വരാനും പുതിയ അവസരങ്ങൾ അവരെ തേടി വരാനും ചെയ്യുന്ന കർമ്മത്തിൽ തന്നെ മാറ്റങ്ങൾ വന്ന് ഉന്നതി വരാനും ഒക്കെ വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ തന്നെ ഈ കാലയളവ് ശനി 6-ൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ രോഗദുരിതങ്ങൾ കുറഞ്ഞു നിൽക്കാനും മറ്റ് ദോഷങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ശനിയുടെ ആ ഒരു സ്ഥിതി കൊണ്ട് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.